ഹായ് ഡിയേഴ്സ്. ഞാനും പറഞ്ഞു, ഞാൻ ആദ്യം പറയാൻ നോക്കിയത് സാറ്. ഓക്കെ മക്കളെ, നമ്മൾ സാറേ ഇവരെ ഏറ്റവും വലിയ ഡൗട്ട് എന്ന് പറഞ്ഞാൽ 30 days, ഇനിയിപ്പം 30 ദിവസം കൊണ്ട് ഞങ്ങൾക്ക് നീറ്റ് ക്രാക്ക് ചെയ്യാൻ ഇനി പറ്റുമോ? +2 പരീക്ഷ കഴിഞ്ഞ് വരുന്ന കുട്ടിയെ സംബന്ധിച്ച് അത്രയും കുറഞ്ഞ സമയം കൊണ്ട് പറ്റുമോ എന്ന് ആലോചിച്ച് കഴിഞ്ഞാല് അങ്ങനെയല്ല, അതിനപ്പുറത്ത് അതിനെ പോസിറ്റീവായി നോക്കി കാണാന്നുള്ള ചെയ്യേണ്ട. അതേസമയം ഇനിയുള്ള കുറഞ്ഞ സമയത്ത് വളരെ എഫക്റ്റീവ് ആയിട്ട് എങ്ങനെ യൂസ് ചെയ്യാന്നുള്ളിടത്തിലാണ് നമ്മുടെ വിജയം കിടക്കുന്നത്. നമ്മളിനി പ്ലാന് പറയാൻ പോകുന്നത്, ഇനി +2 കഴിഞ്ഞ കുട്ടികൾക്കും റിപ്പീറ്റ് ചെയ്ത കുട്ടിയിരിക്കും ഇനി 30 days എങ്ങനെയൊക്കെ മൂവ് ചെയ്യാം, ഏത് ടൈപ്പ് ആയിരിക്കും റിവിഷൻ വരിക, എങ്ങനെയൊക്കെ എക്സാം നിങ്ങൾ അറ്റൻഡ് ചെയ്യണം, ഇതിനെ പറ്റിയുള്ള ഒരു ഡീറ്റെയിൽ പ്ലാൻ നിങ്ങൾക്ക് തരാൻ പോകാം. 30 ദിവസം നിങ്ങൾ എങ്ങനെ പഠിക്കണമെന്ന് നിങ്ങൾ പറഞ്ഞുതരാൻ പോലെ. ഒരിക്കലും ആ സമയം നമുക്ക് തിരിച്ചു വരില്ല. അപ്പൊ ആ സമയത്ത് നമ്മൾ നല്ല രൂപത്തിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് റിസൾട്ടിലേക്ക് എത്താന്നുള്ളതാണ്. മെയ് 3-ാം തീയതിയാണ് നമ്മുടെ 2026 നീറ്റ് എക്സാം വരുന്നത്. ഒരു പക്ഷേ ഏറ്റവും ടഫ് ആയിട്ടുള്ള എക്സാം നടന്ന 2025 ഈ അടുത്ത കാലയളവിൽ 10 വർഷത്തിനിടയിൽ ഏറ്റവും ടഫസ്റ്റ് എക്സാം നടന്ന 2025 നീറ്റ് ആയിരുന്നു. അപ്പൊ പക്ഷേ കുട്ടികൾ എന്ത് ചെയ്യാ, എക്സാമേ ടഫ് ആയിട്ടുള്ള റാങ്കിൽ വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. കട്ട് ഓഫ് താഴോട്ട് വന്നു. നിങ്ങൾക്ക് എക്സാം ടഫ് ആകണമെങ്കിൽ ബാക്കിയുള്ളവർക്ക് എക്സാം ടഫ് തന്നെയായിരിക്കും. അപ്പൊ അതിൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. അതൊരു മത്സര പരീക്ഷ ആയതുകൊണ്ട് തന്നെ അതിന് പ്രസക്തിയില്ല. അതേസമയം നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത് 2025 നീറ്റ് എക്സാമിന് വളരെ കളർഫുൾ ആയിട്ടുള്ള റിസൾട്ട് ആണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത്. അത് ഇപ്പം RKNX അസോസിയേറ്റ് വിത്ത് ടാലന്റ് വയനാട് രണ്ടുപേരും കൂടി ചേർന്നാൽ നമ്മൾ അസോസിയേറ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ റിപ്പീറ്റേഴ്സ് പ്രോഗ്രാം ആയാലും ക്രാഷ് പ്രോഗ്രാം ആയാലും റൺ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ റിസൾട്ട് പറയും. 30 ദിവസം കൊണ്ട് നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന ഒരു കുട്ടീനോട് നമ്മൾ റിസൾട്ട് പറഞ്ഞിട്ടും 82-ൽ 49 കുട്ടികളും നമുക്ക് മെഡിക്കൽ അഡ്മിഷനിലേക്ക് പോയി എന്നുള്ളതാണ്. MBBS, BDS, BMS അങ്ങനെ മറ്റ് അനുബന്ധ കോഴ്സുകൾ എല്ലാം കൂടെ കൂടിയിട്ടാണ് 82-ൽ 49 എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും സ്ട്രൈക്ക് റേറ്റ് ഉള്ള സ്ഥാപനമാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള റിസൾട്ട് ആണ് ഇത് എന്ന് നമുക്ക് തീർച്ചയായിട്ടും. നമ്മൾ ഏകദേശം ഒരു 100 കുട്ടികളാണ് ഏകദേശം അഡ്മിഷൻ ഒരു വർഷം എടുക്കാറ്. അതിൽ അത്രയും കുട്ടികൾ എല്ലാ വർഷം 2025-ലല്ല 2024 റിസൾട്ട് നോക്കുന്നതിലും ഇതേ സ്ട്രൈക്ക് റേറ്റ് നമ്മൾ കീപ്പ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും, കാരണം കുട്ടികളെ കൂടെ നമ്മൾ നിന്നിട്ടുണ്ട്. ഇതിൽ 13 MBBS ആണ് സാർ ഇതിൽ ഉൾക്കൊള്ളുന്നത്. 13 ഗവൺമെന്റ് MBBS ആണ് അല്ലെ. ബാക്കിയുള്ളത് എന്ത് ചെയ്യാം, മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്ക് ജസ്റ്റ് റിസൾട്ട് ഒന്ന് കാണിക്കാം, എന്നിട്ട് നമുക്ക് 30 days പ്ലാനിലേക്ക് കിടക്കാം. നമ്മൾ റിസൾട്ട് ആണ് കഴിഞ്ഞ വർഷം 2025-ലെ റിസൾട്ട് ആണ് ഇത് കാണിക്കുന്നത്. ഓക്കെ, യെസ്. അപ്പൊ നമ്മൾ 30 days കൊണ്ട് എങ്ങനെ നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റും? ഓക്കെ, നമ്മൾ എന്ത് ചെയ്യാ, RKNX-ന്റെ കോഴിക്കോട് ബ്രാഞ്ചിലും അതുപോലെ ടാലന്റ് വയനാട് സുൽത്താൻ ബത്തേരിയിലും അതേപോലെ തന്നെ മാനന്തവാടി രണ്ടും ഓഫ്ലൈൻ ക്രാഷും ഓൺലൈൻ ക്രാഷും നടക്കുന്നത്. ഓഫ്ലൈനും ഉണ്ട് ഓൺലൈൻ ക്രാഷും. 3 സ്ഥലത്തും ഓഫ്ലൈൻ ഉള്ളത് 3 സ്ഥലങ്ങളിലാണ്. ഒന്ന് കോഴിക്കോടും അതേപോലെ യെസ്. അതുപോലെ തന്നെ റിപ്പീറ്റേഴ്സ് കോഴ്സും 3 സ്ഥലത്തും എന്ത് ചെയ്യുന്നുണ്ട്, റിപ്പീറ്റേഴ്സ് കോഴ്സും റൺ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് അതിലേക്കൊക്കെ നമുക്ക് വരാം. നമ്മൾ 30 days പ്ലാൻ എന്ന് നോക്കാം. യെസ് സാർ, 28-ാം തീയതി തുടങ്ങാണ്. ഫിസിക്സ് ആണ് സാറേ അന്ന് ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് റിപ്പീറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് റിവൈസ് ചെയ്യാനുള്ള സമയമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അല്ലെ. 30 days 3 ദിവസം റിവൈസ് ചെയ്യുക. 3 ചാപ്റ്റർ വെച്ച് ഒരു ദിവസം റിവൈസ് ചെയ്യുക. അന്ന് യൂണിറ്റ് ടെസ്റ്റ് ചെയ്ത ഈ 3 ചാപ്റ്റേഴ്സിന്റെയും യൂണിറ്റ് ടെസ്റ്റ് ചെയ്ത. ഓക്കെ, പിന്നെ 29-ന് അതുപോലെ 3 ചാപ്റ്റർ, 30-ന് അങ്ങനെ കറക്റ്റ് പ്ലാൻ ആണ്. ഓരോ ദിവസവും 3 ചാപ്റ്റർ ആണ്. ഒരു ഫിസിക്സ് അങ്ങനെ ഒരു ഫിസിക്സ്, ഒരു കെമിസ്ട്രി, ഒരു അത് ഡിപ്പെൻഡ്സ്. നമ്മൾ കറക്റ്റ് ആയിട്ട് അപ്പൊ പിന്നെ കൊടുത്തിരിക്കുന്നത് നമ്മൾ പിന്നീട് വരുന്നത് നമ്മൾ ഇതൊക്കെ കഴിഞ്ഞാൽ 10-ാം തീയതി ഒരു പാർട്ട് ടെസ്റ്റ് വരുന്നത്. അതെ, അത്രയും ടോപ്പിക്കുകൾ ഉൾക്കൊള്ളും. അതായത് 28 മുതൽ 10-ാം തീയതി വരെ പഠിക്കുന്ന ടോട്ടൽ ടോപ്പിക്കിന്റെ ഒരു എക്സാം 10-ാം തീയതി നിങ്ങൾ എന്ത് ചെയ്യാ, എഴുതണം. യെസ്. പിന്നെ അത് കഴിഞ്ഞിട്ട് മൊത്തത്തിൽ നമുക്ക് 4 പാർട്ട് ടെസ്റ്റ് ആണ് വരുന്നത്. സെക്കൻഡ് പാർട്ട് ടെസ്റ്റ് വരുന്നത് 16-ാം തീയതിയാണ്. 16/4/2020. യെസ്. പിന്നെ അടുത്ത പാർട്ട് ടെസ്റ്റ് വരുന്നത് 20-ാം തീയതിയാണ്. യെസ്. നെക്സ്റ്റ് പാർട്ട് ടെസ്റ്റ് വരിക 24-ാം തീയതി. അപ്പൊ ഈ 4 പാർട്ട് ടെസ്റ്റ് കഴിയുമ്പോഴത്തേക്ക് ഇവർ ഏകദേശം എന്താവും, എക്സാം എഴുതാൻ സെറ്റ് ആയിട്ടുണ്ട്. ഒരു തവണ കടന്നു പോയിട്ടുണ്ടാവും. അപ്പൊ റിപ്പീറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഓൾമോസ്റ്റ് ശരി ബാക്കിയുള്ള കുറെ ടോപ്പിക്കുകൾ നമ്മുടെ മെറ്റീരിയൽ അത്രയും എഫക്റ്റീവ് ആണ്. അത് 2025 നീറ്റിനെ പോയിന്റ് ചെയ്തുകൊണ്ടുള്ള ഒരു മെറ്റീരിയൽ നമ്മൾ കൂടെ അവരെ കൂടി കൺസിഡർ ചെയ്തുള്ള ഒരു മെറ്റീരിയൽ അവർക്ക് സപ്ലൈ ചെയ്യുന്നത്. 2 ടൈപ്പ് ക്വസ്റ്റ്യൻ, അതായത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് മാത്രം നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ട് കാര്യമില്ല. 2 റേഞ്ചിലുള്ള ക്വസ്റ്റ്യൻസും കൈകാര്യം ചെയ്യാനുള്ള കഴിവുണ്ടായി. ഇതൊന്നും അല്ല സാർ, ഇത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, 24-ാം തീയതി വരെ 4ാമത്തെ പാർട്ട് ടെസ്റ്റ് വരെ കഴിഞ്ഞാൽ പിന്നെ ഒരു മോഡൽ ടെസ്റ്റിലേക്ക് പോകും. 7 മോഡൽ എക്സാം ആണ്. 25, 26, 27 ഫുൾ ടോപ്പിക് ടെസ്റ്റ്. 1-ാം തീയതി വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മോഡൽ ടെസ്റ്റ് 7 മോഡൽ ടെസ്റ്റ് എഴുതുമ്പോഴത്തേക്ക് ഇവർക്ക് എന്താവും, സെറ്റ് ആവും. അപ്പൊ അത് കഴിഞ്ഞിട്ട് 3-ാം തീയതി നമ്മുടെ എക്സാം ആണ്. ഒരിക്കലും ഒരു 30 days കൊണ്ട് നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റും. 25 ലക്ഷം കുട്ടികളിൽ നിന്ന് ഒരു എക്സാം നമ്മൾ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഉറപ്പിച്ച് പറയുന്നില്ല. പക്ഷെ ഒരു പോസിബിലിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ അത് ചെക്ക് ചെയ്തേ പറ്റൂ. ക്ലിയർ അല്ലേ? ഒരു +2. പക്ഷെ റിപ്പീറ്റേഴ്സ് എന്ത് ചെയ്യണം,
തീർച്ചയായിട്ടും അതിലേക്ക് എത്തിയേ പറ്റുള്ളൂ. വേറൊരു ഓപ്ഷൻ ഇല്ല, നിങ്ങൾ അതേസമയം ഓൺഗോയിങ് കുട്ടികളെ സംബന്ധിച്ച് ഒരു കോൺഫിഡൻസ് നേടുക എന്നുള്ളതാണ്. അല്ലാതെ നമ്മൾ ഒരു മാസം വെറുതെ ചുമ്മാ ഇരുന്നിട്ട് മെയ് മാസം 3-ാം തീയതി പോയിട്ട് നീറ്റ് എക്സാം എഴുതുന്നതിനേക്കാൾ ബെറ്റർ ആയിരിക്കും തീർച്ചയായിട്ടും നിങ്ങൾ ഇത്തരത്തിലൊരു രീതിയിൽ അല്ലെങ്കിൽ ഈ ഒരു പ്ലാനിലൂടെ കടന്നുപോയിട്ട് ആ ഒരു എക്സാമിനെ സമീപിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഫീൽ. നമ്മൾ 3 സെന്ററിൽ നിങ്ങൾക്ക് ഓഫ്ലൈനും ഓൺലൈൻ പ്രോഗ്രാം അവൈലബിൾ, ഓഫ്ലൈൻ അവൈലബിൾ ആണ്, ഓഫ്ലൈൻ പ്രോഗ്രാം അവൈലബിൾ ആണ്. ഇതേ സെയിം ടൈം ടേബിളും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് തന്നെ ഇത്രയും ടെസ്റ്റുകൾ എഴുതിച്ച് നിങ്ങളെ പ്രിപ്പയർ ചെയ്യും. കാരണം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾ ഇവർ പലരുടെ പ്രശ്നം ഇതേ പ്ലാനിലൂടെ തന്നെ ആയിരിക്കും നമ്മുടെ ക്രാഷ് ബാച്ച് റൺ ചെയ്യുന്നത്. ഇവർ കുറെ കുട്ടികൾ ചിന്തിക്കുന്നത് നമ്മൾ റിപ്പീറ്റ് ചെയ്യാം, ഒരു മാസം അടിച്ചു പൊളിച്ച് പിന്നെ റിപ്പീറ്റ് ചെയ്യാം. പൊന്നു മക്കളെ, നിങ്ങൾ റിപ്പീറ്റ് ചെയ്യണോ എന്ന് +2 റിപ്പീറ്റ് ചെയ്യണോ എന്ന് തീരുമാനിക്കേണ്ട ഒരു ഇതിന്റെ അടിസ്ഥാനത്തിൽ ജസ്റ്റ് ഒന്ന് പഠിച്ചു. സ്ഥാപനങ്ങൾക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ റിപ്പീറ്റ് ചെയ്തിട്ട് തുറന്ന് പറയാതെ സ്ഥാപനങ്ങൾക്ക് ലാഭം ഉണ്ടാക്കാന്നല്ല, തനിക്കിത് പറ്റുമോ എന്നറിയാനുള്ള ഒരു ഓപ്ഷൻ കൂടിയാണ് ഈ ക്രാഷ് പ്രോഗ്രാം. തീർച്ചയായിട്ടും ഈ ക്രാഷ് പ്രോഗ്രാം നിങ്ങൾ അത്രയും നിങ്ങൾ അങ്ങനെ ഭയങ്കരമായിട്ട് പ്രഷറൈസ് ചെയ്യുന്ന ഒരു സാധനം ഒന്നല്ല. വളരെ ഒരു ദിവസം 3 ചാപ്റ്റർ നിങ്ങൾക്ക് പഠിക്കാവുന്ന 3 ചാപ്റ്റർ സെറ്റ് ചെയ്ത് നിങ്ങളെ സെറ്റ് ആക്കി തരാം. ഇതൊന്നുമല്ല നിങ്ങളെ മെറ്റീരിയൽ ആണ് എനിക്ക് കാണേണ്ടത്, 5 മെറ്റീരിയൽ ആണ്. നിങ്ങൾ ഫോർമുല ബാങ്ക് വരുന്നത് ഷോർട്ട് ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ഫോർമുല ബാങ്ക്, പിന്നെ ബയോളജിയുടെയും കെമിസ്ട്രിയുടെയും ഫിസിക്സിന്റെയും മെറ്റീരിയൽ, പിന്നെ അതുപോലെ നീറ്റെക്സ് ക്യാപ്സൂൾ എന്ന് പറയുന്ന സാധനം, വേറെ സാധനം, അത് മൈൻഡ് മാപ്പ് ആണ്. കംപ്ലീറ്റ് ആയിട്ട് എല്ലാ ചാപ്റ്റേഴ്സിന്റെയും മൈൻഡ് മാപ്പ്. അങ്ങനെ 5 ബുക്കുകളാണ്. ഇത് മതിയാവും നിങ്ങൾക്ക് ഇനി ഈ ഒരു മാസം നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ. കൂടുതലായിട്ട് ഒരുപാട് മെറ്റീരിയലിലേക്ക് പോകേണ്ട കാര്യമില്ല. NCERT ടെക്സ്റ്റ് ബുക്ക് നിങ്ങളുടെ കയ്യിലുണ്ടാവും. അതാണ് നിങ്ങളെ ഗൈഡ് അല്ലേ? നിങ്ങളെ ഗൈഡ് ഇതൊന്നും അല്ല, നിങ്ങളെ ഗൈഡ് എന്ന് പറഞ്ഞാൽ NCERT ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ്. അത് വെച്ച് ഇത് ഉപയോഗപ്പെടുത്താന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ ഇത് ഉപയോഗപ്പെടുത്തുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, നമ്മളുണ്ടാവും നിങ്ങളെ കൂടെ. +2 കഴിഞ്ഞ കുട്ടികളോട് പറയാനുള്ളത്, മക്കളെ ഇനി നമ്മുടെ എക്സാം എഴുതുന്ന രീതിയൊക്കെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഇത്തരം പരീക്ഷകളിലൊക്കെ വരിക. അപ്പൊ അതുകൊണ്ട് ആ രൂപത്തിലേക്ക് നിങ്ങളെ ഉയർത്തിയെടുക്കാൻ, അതേപോലെ സമയം ഒരു ക്വസ്റ്റ്യൻ 1 മിനിറ്റ് സമയം നമുക്കുള്ള, അപ്പൊ ആ രൂപത്തിൽ നിങ്ങളെ മാറ്റിയെടുക്കണമെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടും ഒരു ചിട്ടയായിട്ടുള്ള ഒരു കോച്ചിങ് ലഭിച്ചാൽ മാത്രമേ അത് കഴിയുള്ളൂ. അപ്പൊ അതുകൊണ്ട് നിർബന്ധമായിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യണം ക്രാഷ് കോഴ്സിൽ എന്നുള്ളത് തന്നെയാണ് നിങ്ങളോട് പറയാൻ. 3 സെന്ററിലായിട്ട് ഓഫ്ലൈനും ഓൺലൈനും ക്രാഷ് പ്രോഗ്രാം ഉണ്ട്. അതുപോലെ നമ്മൾ റിപ്പീറ്റേഴ്സ് പ്രോഗ്രാം നമ്മുടെ ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും സ്ട്രൈക്ക് റേറ്റുള്ള സ്ഥാപനം തന്നെ പറയാം ഇന്ത്യ. അപ്പൊ നമ്മുടെ ഫാക്കൽറ്റി വിങ് ആണ് അതിന്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. കാരണം ഈ സ്ഥാപനത്തിന്റെ പിറകുള്ള ആൾക്കാർ ഞങ്ങളെ ഉൾപ്പെടെ എല്ലാവരും ടീച്ചേഴ്സ് ആണെന്നുള്ളതാണ് ഇതിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അതുപോലെ ഹൈലി എക്സ്പീരിയൻസ്ഡ് ടീച്ചേഴ്സ്, അതായത് ഈ ഫീൽഡിൽ 15-20 വർഷമായിട്ട് ക്ലാസ് എടുക്കുന്ന ടീച്ചേഴ്സ് ആണുള്ളത്. പിന്നെ നിങ്ങൾക്ക് അവിടെ നമ്മുടെ ഓഫ്ലൈൻ റിപ്പീറ്റേഴ്സിലൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സ്പേസ് ഉണ്ടാവും. ഇപ്പൊ ഇൻ കേസ് നിങ്ങൾക്ക് ഒരു ക്ലാസ് മനസ്സിലായിട്ടില്ലെങ്കിൽ മനസ്സിലായില്ല എന്ന് പറയാനും എടുത്ത് വന്നിരുന്ന് വേറെ ചിലപ്പോൾ വലിയ ഒരുപാട് നമ്പേഴ്സുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് പോയാൽ നിങ്ങൾക്ക് അങ്ങനെ കിട്ടണം നിർബന്ധമില്ല. അപ്പൊ നമ്മൾ എടുത്തിരുന്ന് പറഞ്ഞു തരും, നിങ്ങൾക്ക് ഏത് സമയവും വന്ന് ചോദിക്കാവുന്ന ഒരു സ്പേസ്. അത് തന്നെയാണ് ഞങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഏറ്റവും വലിയ പ്രധാനം. ഈ 3 സെന്ററിലും ഇത് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഈ ടീച്ചേഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഹോസ്റ്റൽ ഫെസിലിറ്റി ആണെങ്കിൽ അത്രയും നല്ല ഹോസ്റ്റലും കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ സാറേ, ഓക്കെ, ബൈ.